ഹായ് സ്റ്റുഡൻസ്, ലേണേഴ്സ് ഇന്ത്യയുടെ ക്രാഷ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ലൈഫ് പ്രോസസ്സസ് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞു. എക്സാം എടുത്തിരിക്കുന്ന ഈ സമയത്ത് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തെടുത്തിട്ട് അതിലെ ചില MCQs കൂടെ നമുക്ക് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യുക. അതിനു മുൻപ് ഈ ലേണേഴ്സ് ഇന്ത്യയുടെ ആപ്പ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഞാൻ അതൊന്ന് ആദ്യം പറഞ്ഞു തന്നിട്ട് നമുക്ക് പോകാം. സോ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൈ ക്ലാസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. മൈ ക്ലാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറി, ലേൺ അറ്റ് ഹോം എന്ന രണ്ട് ഓപ്ഷൻസ് കാണാം. അതിൽ ലേൺ അറ്റ് ഹോം ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോ ലെസൺസ് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലെസൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റായിട്ട് വരും. ആ സബ്ജക്റ്റിൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് അതിനകത്ത് കാണും. നമ്മളിപ്പോൾ പഠിക്കുന്ന ലൈഫ് പ്രോസസ്സാണ്. സോ ലൈഫ് പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുക. ലൈഫ് പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ലെസൺസ് ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് നോക്കി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അസൈൻമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അസൈൻമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സ് കാണും. അതിൽ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ പഠിക്കുന്ന ലൈഫ് പ്രോസസ്സാണ്. ലൈഫ് പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുക. ലൈഫ് പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് NCERTയുടെ തന്നെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിതിനകത്ത് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഡിസ്കഷൻ ഫോറത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഡിസ്കഷൻ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് തരുകയായിരിക്കും. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ എഴുതത്തക്ക രീതിയിൽ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി ചാപ്റ്റർ. ചാപ്റ്റർ പേര് ഇതാണ്, ലൈഫ് പ്രോസസ്സസ്. എന്താണ് ലൈഫ് പ്രോസസ്സസ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ആ മെഷീൻ ഒരുപാട് റിപ്പയർ ഉണ്ടാവും. അതിൻ്റെ ഓരോ ഭാഗത്തിനും കേടുപാടുകളൊക്കെ സംഭവിക്കാം. സോ ഫോർ ദ നോർമൽ വർക്കിംഗ് ഓഫ് ദ മെഷീൻ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒരു മെഷീൻ നമ്മൾ റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു ലിവിങ് ബോഡിയെ നമുക്ക് ഒരു മെഷീനായിട്ട് കൺസിഡർ ചെയ്താൽ ഡ്യൂ ടു ദ കണ്ടിന്യൂസ് വർക്കിംഗ് അതിന് പല റിപ്പയറുകളും ചെയ്യേണ്ടി വരും. അത്തരം റിപ്പയറുകൾ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലൈഫ് പ്രോസസ്സസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈഫ് പ്രോസസ്സസ്. ഈ പാഠത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് we have the life processes, the basic concept of life processes. Then second one, the type of nutritions. Then the third one, photosynthesis. ഈ 3 ടോപ്പിക്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ് എന്താണ് ലൈഫ് പ്രോസസ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലൈഫ് പ്രോസസ്സസ് മീൻസ് ദീസ് ആർ ദ പ്രോസസ്സസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ആൻഡ് റിപ്പയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി. ഹിയർ യു ക്യാൻ സീ ദീസ് ആർ ദ പ്രോസസ്സസ് ദാറ്റ് ഹെൽപ്സ് to maintain and repair a living body. ലിവിങ് ബോഡിക്കകത്തുണ്ടാകുന്ന കുഴപ്പങ്ങളെ റിപ്പയർ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് പ്രോസസ്സിനെയും നമുക്കെന്ത് വിളിക്കാം? ലൈഫ് പ്രോസസ്സസ് എന്ന് വിളിക്കാം. സോ മെയിൻലി ദർ ആർ 4 പ്രോസസ്സസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ലിവിങ് ബോഡി. That is, one is nutrition, respiration, circulation and excretion. Nutrition, respiration
circulation, and excretion. So these are the four main life processes, because these four processes helps to maintain and repair the activities of a living body. ഇവിടെ എടുത്തു പറയത്തക്ക ഒരു ചോദ്യമുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഇതിൻ്റെ കൂടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടെ ഇല്ലേ? റീപ്രൊഡക്ഷൻ ഒരു ലൈഫ് ആക്ടിവിറ്റിയാണ്, അതൊരു ലൈഫ് പ്രോസസ്സസ് അല്ല. CBC പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 5 ഓപ്ഷൻ തന്നിട്ട് അതിനകത്ത് റീപ്രൊഡക്ഷൻ കൂടെ തന്നിരിക്കും, ആൻഡ് പിക്ക് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്, ഗിവിങ് റീസൺസ്. അപ്പോൾ അതിനകത്ത് തന്നിരിക്കും ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പിക്ക് ഔട്ട് ചെയ്യുന്നത് ഏതാ? റീപ്രൊഡക്ഷനാണ്. കാരണം റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ റിപ്പയറിംഗ് പ്രോസസ്, ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ സ്പീഷീസ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ലിവിങ് ബോഡിയെ നിലനിർത്തുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് പകരം ഒരു ഓർഗാനിസത്തിൻ്റെ സ്പീഷീസിനെ നിലനിർത്തുകയാണ് ഇവിടെ എന്ത് ചെയ്യുക, ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം, റീപ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് which is considered as a life activity and not a life processes. Then the third one, food. നമുക്കറിയാം, ഏതൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യണമെങ്കിലും എന്താ വേണ്ടത്? ഏത് പ്രോസസ്സ് ചെയ്യണമെങ്കിലും ആ പ്രോസസ്സിനൊരു എനർജി വേണം. ഏത് പ്രോസസ്സ് ചെയ്യണമെങ്കിലും എനർജി വേണം. അപ്പോൾ ലൈഫ് പ്രോസസ്സ് ചെയ്യണമെങ്കിലും എന്ത് വേണം? എനർജി വേണം. ആൻഡ് ദാറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഫ്രം എൻ എക്സ്റ്റേണൽ സോഴ്സ്. ഒരു ലിവിങ് ബോഡിയുടെ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് എന്തെടുക്കുന്നത്? ആ എനർജി എടുക്കുന്നത്. ആൻഡ് ദാറ്റ് എക്സ്റ്റേണൽ സോഴ്സ് is called the food. So food is an external source of energy which is required for the life processes. ഇനി അപ്പോൾ ഫുഡിൽ നിന്നാണ് എനർജി കിട്ടുക അല്ലേ? നോക്കാം, ഈ എനർജി എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. ഫുഡിൽ നിന്ന് എനർജി എടുക്കണമെങ്കിൽ ഫുഡിന് നമ്മൾ ചില പ്രോസസ്സുകളൊക്കെ നടത്തണം. അതായത് ഫുഡ് അബ്സോർബ് ചെയ്യണം, ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ബൈ ദ ബോഡി. സോ ദ മെത്തേഡ് ഓഫ് അബ്സോർബിങ് ആൻഡ് യൂട്ടിലൈസിങ് എ ഫുഡ്, ഒരു ജീവി ഏത് തരത്തിലാണോ ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രീഷൻ. സോ ന്യൂട്രീഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് അബ്സോർബിങ് ആൻഡ് യൂട്ടിലൈസിങ് എ ഫുഡ്. ഒരു ഫുഡ് അബ്സോർബ് ചെയ്യുകയും അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന രീതി. നമുക്കറിയാം, പല ആളുകളും പല ജീവികളും പല രീതിയിലാണ് ഫുഡ് ഉപയോഗിക്കുക അല്ലേ? നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്നു, പ്ലാന്റ് അവർ സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി മറ്റു ചില ജീവികൾ മറ്റു ചില സബ്സ്റ്റൻസുകളിൽ നിന്ന് എനർജി എടുക്കുന്നു. സോ ഇൻ വൺ ഓർ ദി അതർ വേ organisms absorbs energy from the food, and the method of utilizing the food is called nutrition. ഇനി നമ്മൾ പറഞ്ഞു, പല ജീവികളും പല രീതിയിലാണ് ഫുഡ് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ? പല രീതിയിലാണ് ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. The first is autotrophic nutrition. Autotrophic nutrition means, auto means automatic, trophic means preparation of food. So
preparing the food materials by themselves is known as autotrophic nutrition. So the first type is autotrophic nutrition. In this, they prepare their food materials by themselves. And in the second case, it is heterotrophic nutrition. Hetero means depending on others. Without automatic, അതായത് സ്വയം പാകം ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹെട്രോട്രോപ്പിക് എന്ന് പറയുക. അപ്പോൾ ഹെട്രോട്രോപ്പിക്കിന് എന്താ ചെയ്യേണ്ടത്? They depend on other organisms for their food. Heterotrophic nutrition means they depend upon other organisms for their food. Here you can see a cow eating the grass. അല്ലേ? ഒരു പശു പുല്ല് തിന്നുകയാണ്. എന്തിനാണ്? പുല്ലിൽ നിന്ന് എനർജി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പശുവിന് സ്വയം ആഹാരം എനർജി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുല്ല് വലിച്ചെടുത്തിരിക്കുന്ന എനർജിയെ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പുല്ല് തിന്നുന്നത്. ഇവിടെ യു ക്യാൻ സീ എ ലയൺ. ലയൺ നോർമലി kill other organisms and use as food. So they depend upon other organisms for their food. Now, in autotrophic nutrition ൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞത് they absorb the energy from the sun. So photo means light. Photo means light. Synthesis means prepare something. So photosynthesis means to prepare food materials using light energy. Here the light energy is absorbed from the sun. So photosynthesis mainly takes place by absorbing the solar energy. Here you can see a plant. It is absorbing the sunlight, absorbing the water from the soil and carbon dioxide from the atmosphere and prepare its food. And so the process is known as photosynthesis because it combines the water and carbon dioxide to produce an energy rich compound or the carbohydrate utilizing the sunlight. So the process is known as photosynthesis. So photosynthesis can be defined as the plant utilizes the solar energy and combines carbon dioxide and water in the presence of chlorophyll to produce glucose. So the product of photosynthesis is the glucose. Product of photosynthesis is the glucose. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നടക്കുക? ഫോട്ടോസിന്തസിസ് നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസിൽ സോളാർ എനർജി വലിച്ചെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ആൻഡ് ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആൻ ഇക്വേഷൻ. Carbon dioxide plus water in the presence of sunlight with the help of chlorophyll combines to form the glucose C6H12O6 plus O2. So this is the chemical equation of photosynthesis. സാധാരണ പരീക്ഷകൾക്ക് ഈ ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഒരു ബാലൻസ്ഡ് ഇക്വേഷനായിട്ട് ചോദിക്കാറുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷനിൽ തന്നെ എഴുതണം. ബാലൻസ് ചെയ്യാതെ എഴുതരുത്, ബാലൻസ്ഡ് ആയിട്ട് തന്നെ എഴുതണം. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമ്മൾ ചില MCQs നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
Which of the following statements about the autotrophs is incorrect? നമുക്ക് ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒരു ഓട്ടോട്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് അല്ലാത്ത ഏതാണ് എന്നാണ് ചോദ്യം. The first statement is they synthesize carbohydrates from carbon dioxide and water in the presence of sunlight and chlorophyll. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം? ഓട്ടോട്രോപ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കുന്നു? കാർബോഹൈഡ്രേറ്റ്സ് ആക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോട്രോപ്സിനെ സംബന്ധിച്ച് റൈറ്റാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഓട്ടോട്രോപ്സിനെ സംബന്ധിക്കുന്ന ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി രണ്ടാമത്തത്, ദേ സ്റ്റോർ കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ദാറ്റ് ഈസ് ഓൾസോ എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം കാർബോഹൈഡ്രേറ്റുകളെ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് കിട്ടുന്നത് ഏത് രൂപത്തിലാണ്? സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. അത് കാർബോഹൈഡ്രേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടുന്നത് അത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. മൂന്നാമത്തത്, ദേ കൺവേർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ into carbohydrates in the absence of sunlight. They convert carbon dioxide and water into carbohydrates in the absence of sunlight. അത് ഒരു ഓട്ടോട്രോപ്പിനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ഓട്ടോട്രോപ്പിനെ സംബന്ധിച്ച് എപ്പോഴും പ്രസൻസ് ഓഫ് സൺലൈറ്റിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും കാർബോഹൈഡ്രേറ്റായിട്ട് മാറ്റണമെങ്കിൽ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വേണം. ഇനി നാലാമത് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻസ്. അത് എപ്പോഴും ഒരു ഓട്ടോട്രോപ്പ് ആയിരിക്കണം ഒരു ഫുഡ് ചെയിനിൻ്റെ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ. അപ്പോൾ അതും കറക്റ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ദേ കൺവേർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ടു കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് sunlight. So that is the right answer. So second question, select the correct statement. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നേരത്തെ ഇൻകറക്റ്റ് ആണ് നോക്കാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കണം. Heterotrophs do not synthesize their own food. Heterotrophs do not synthesize their own food. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഓട്ടോട്രോപ്സിന് അവർക്ക് അവരുടെ ഫുഡ് എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്വയം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഹെറ്ററോട്രോപ്സിന് നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണ്? ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. സോ ഹെറ്ററോട്രോപ്സ് ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഹെറ്ററോട്രോപ്സ് യൂട്ടിലൈസ് സോളാർ എനർജി ഫോർ ഫോട്ടോസിന്തസിസ്. ഹെറ്ററോട്രോപ്സ് യൂട്ടിലൈസ് സോളാർ എനർജി ഫോർ ഫോട്ടോസിന്തസിസ്. അതൊരിക്കലുമല്ല. ഓട്ടോട്രോപ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സോളാർ എനർജി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഓട്ടോട്രോപ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫോട്ടോസിന്തസിസ് നടത്തുള്ളൂ. സോ ഇറ്റ് ഇസ് ഇൻകറക്റ്റ്. തേർഡ് വൺ ഈസ് heterotrophs synthesize their own food. അല്ല, heterotrophs normally depend on other organisms for their food. Heterotrophs are capable of converting carbon dioxide and water into carbohydrates. അതും കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് ആർക്കേ പറ്റുള്ളൂ? ഓട്ടോട്രോപ്സിനെ പറ്റുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് heterotrophs do not synthesize their own food. Heterotrophs do not synthesize their own food. ഇനി MCQ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു ഉത്തരം കണ്ടപ്പോൾ അത് ശരിയാണ്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ചോയ്സുകൾ വായിച്ച് നോക്കാതിരിക്കരുത്. കാരണം MCQയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടമാണത്.
4 ചോയ്സ് ഉണ്ടെങ്കിൽ മേ ബി ഓൾ ദ 4 ചോയ്സസ് വിൽ ബി റൈറ്റ്. അവിടെയാണ് ഒരു പ്രശ്നം. അതിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ടാവും, ആൻഡ് ദാറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് യുവർ ആൻസർ. നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ഒരെണ്ണം വായിക്കുമ്പോൾ അത് ശരിയാണ്, ഓക്കെ, നമ്മളതങ്ങ് എഴുതി വെച്ചു. അത് കഴിയുമ്പോൾ അടുത്ത ചോയ്സ് നമ്മൾ വായിക്കാൻ പോയില്ല, പക്ഷേ ആൻസർ നോക്കിയപ്പോൾ അത് തെറ്റാണ്. അതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസറായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് MCQs ആൻസർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ശരിയാണെങ്കിൽ നാലാമത്തത് കൂടെ ഒന്ന് വായിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് ആൻസർ ചെയ്യാവൂ. ഓക്കെ, റൈറ്റ്. Now the third one. In which of the following groups of organisms food material is broken down outside the body and absorbed? In which of the following group of organisms food material is broken down outside the body and absorbed? Mushroom, green plants and amoeba. മഷ്റൂം ബോഡിക്ക് പുറത്ത് വെച്ചിട്ടാണ് ഫുഡ് ബ്രേക്കപ്പ് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് വലിച്ചെടുക്കുന്നത്. കാരണം മഷ്റൂമിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫുഡ് മെറ്റീരിയൽസിനെ ബ്രേക്കപ്പ് ചെയ്യണമെങ്കിൽ ആ ബോഡിക്ക് എന്ത് വേണം? ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം വേണം. എന്ത് വേണം? ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം വേണം. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ലാത്ത ഏത് ഓർഗാനിസവും ആ ഫുഡിനെ, അവരുടെ ഫുഡിന് എന്ത് ചെയ്യും? ബോഡിക്ക് പുറത്ത് വെച്ച് ഡീകമ്പോസ് ചെയ്തതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? അബ്സോർബ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരു ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം, ഇതിനകത്ത് ഏതിലേതെങ്കിലും ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എവിടെ വെച്ചായിരിക്കും? ബോഡിയുടെ ഉള്ളിൽ വെച്ചായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ട് മഷ്റൂമിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, നമുക്ക് എഴുതാം അല്ലേ. ദെൻ ഗ്രീൻ പ്ലാന്റ്സ്, അവർക്ക് പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. അവർ സാധാരണ എന്താ ചെയ്യുക? ഓട്ടോട്രോപ്പിക്കാണ്, ഫോട്ടോസിന്തസിസ് വഴി അവർ ഫുഡ് എടുക്കുന്നു. പിന്നെ അമീബയ്ക്ക് ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ബിക്കോസ് നമ്മൾ പഠിച്ചതാണത് എന്താണ്? ഹോളോസോയിക് ന്യൂട്രീഷൻ. ഫുഡ് വാക്യൂമിനകത്ത് ഫുഡ് എടുത്തിട്ട് ബ്രേക്ക് ചെയ്യാം. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഒരാൾ മാത്രമേ അങ്ങനെ ഉള്ളൂ അല്ലേ? അല്ല, ഫുഡ് മെറ്റീരിയൽസ് ബ്രോക്കൺ ഔട്ട് സൈഡ്, 2 പേര് അങ്ങനെയുണ്ട്, പക്ഷേ ഒരാൾ നമുക്ക് പറ്റത്തില്ല, അപ്പോൾ ആ ഗ്രൂപ്പ് എടുക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് വൺ, ഈസ്റ്റ്, മഷ്റൂം, ബ്രെഡ് മോൾഡ്. ഈസ്റ്റിന് അതൊരു യൂണിസെല്ലർ ഓർഗാനിസമാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്ലാന്റ്. അതിനെന്തില്ല? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. മഷ്റൂമിന് അതില്ല. ദെൻ ബ്രെഡ് മോൾഡ്. ഈ 3 പേർക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. സോ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫുഡ് മേ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി. ഓക്കെ, നമുക്ക് ആ ചോയ്സ് അവിടെ വെച്ചിരിക്കാം. ബാക്കി 2 ചോയ്സ് കൂടെ നമുക്ക് നോക്കിയിട്ട് വരാം. മൂന്നാമത്തത് പാരമേസിയം, അമീബ, കസ്ക്യൂട്ട. പാരമേസിയം ഈസ് എ യൂണിസെല്ലർ ഓർഗാനിസം സിമിലർ ടു ദി അമീബ, ബട്ട് ഇറ്റ് ഹാസ് എ പർട്ടിക്കുലർ ഷേപ്പ്. നിങ്ങൾക്കറിയാം, സ്ലിപ്പറിൻ്റെ ആകൃതിയുള്ള ഒരു ആനിമലാണ്. അതിന് ബോഡിക്കകത്തൊരു ഫുഡ് വാക്യൂള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചാണ് അവർ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പാരമേസിയം എടുക്കാൻ പറ്റില്ല. അമീബയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. കസ്ക്യൂട്ട ഈസ് എ പ്ലാന്റ്, ഒരു പാരസൈറ്റാണ്. അതൊരിക്കലും ഫുഡ് അതിൻ്റെ ബോഡിക്കകത്ത് അതൊന്നും ചെയ്യില്ല, പുറത്തുനിന്ന് ഡൈജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ് എ ടോട്ടൽ പാരസൈറ്റ്. അപ്പോൾ ഇതിൽ ഒരാളുണ്ട്, 2 പേര് പോയി. ഇനി നാലാമത്തത് കസ്ക്യൂട്ട ലൈസ്. ലൈസ് പേനാണ്, തലയിൽ കാണുന്ന പേനാണ്. അത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ഒരു ആനിമലാണ്. ടേപ്പും പക്ഷേ ഫുഡ്
പുറത്ത് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡിനെയാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ when you consider the group, the correct answer is B, yeast, mushroom and the bread mold. Yeast, mushroom and the bread mold, because അതിനെന്തില്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ, അതായത് ഫുഡ് ബ്രേക്ക് ചെയ്യുന്നത് ബോഡിക്ക് പുറത്താണോ അകത്താണോ എന്നൊരു ചോദ്യം കിട്ടിയാൽ, ഫുഡ് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഡൈജഷൻ. ഫുഡ് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഡൈജഷനാണ്. ഡൈജഷൻ ബോഡിക്ക് അകത്ത് വെച്ചാണോ പുറത്ത് വെച്ചാണോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട്, അകത്ത് വെച്ചാണെങ്കിൽ യു ഹാവ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം, പുറത്ത് വെച്ചാണെങ്കിൽ എന്തുണ്ടാവില്ല? ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം ഇത് ഫുഡ് ബ്രേക്ക് ചെയ്യുന്ന അകത്താണോ പുറത്താണോ. ക്ലിയർ? നെക്സ്റ്റ്. So next we are going to the next topic, that is the events in photosynthesis. നമ്മൾ പറഞ്ഞത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ അബ്സോർബ് ചെയ്തിട്ട് സൺലൈറ്റ് ഉപയോഗിച്ച് അതിനെ കാർബോഹൈഡ്രേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? ആ ഫോട്ടോസിന്തസിസിൽ ഏതൊക്കെ പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്? എന്തൊക്കെ ഈവൻറ്റ്സാണ് അതിനകത്ത് നടക്കുന്നത്? ദ ഫസ്റ്റ് ഈവൻറ്റ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ദ ക്ലോറോഫിൽ. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ദ ക്ലോറോഫിൽ. ഇവിടെ എടുത്തു പറയേണ്ട ഒരാളാണ് ക്ലോറോഫിൽ. ബിക്കോസ് ഒരു ചോദ്യം ചോദിച്ചു, വൈ കാണ്ട് ആനിമൽസ് പ്രിപ്പയർ ദെയർ ഫുഡ് മെറ്റീരിയൽസ് ബൈ ദംസെൽസ്, or why can't animals absorb the solar energy? അതിൻ്റെ ഉത്തരം ഇതാണ്, ആനിമൽസ് ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. അപ്പോൾ എന്താണ് ക്ലോറോഫിൽ? ക്ലോറോഫിൽ ഈസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഹെൽപ്സ് ടു അബ്സോർബ് സോളാർ എനർജി. സൂര്യനിൽ നിന്നുള്ള എനർജി അബ്സോർബ് ചെയ്യാൻ ഏത് കെമിക്കൽ സബ്സ്റ്റൻസിന് കഴിയുമോ അങ്ങനെയുള്ളൊരു കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്. അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്. അതിൽ ഒരു പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ. അപ്പോൾ ക്ലോറോഫിൽ പോലുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സോളാർ എനർജി എന്ത് ചെയ്യാൻ പറ്റൂ? അബ്സോർബ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഒന്നാമത്തെ ഈവൻ്റ് എന്ന് പറയുന്നത് ദ എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദ ക്ലോറോഫിൽ. Then second one, ഈ അബ്സോർബ് ചെയ്ത ലൈറ്റ് എനർജിയെ എന്താക്കി മാറ്റണം? കെമിക്കൽ എനർജി ആക്കി മാറ്റണം. അബ്സോർബ് ചെയ്യുന്ന എനർജിയെ എന്താക്കി മാറ്റണം? കെമിക്കൽ എനർജി ആക്കി മാറ്റണം. അതെങ്ങനെയാണ് കെമിക്കൽ എനർജി ആക്കി മാറ്റുക? ഒരു ലിവിങ് ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലുള്ള എനർജിയെയും എന്താക്കി മാറ്റാം? കെമിക്കൽ എനർജിയാക്കി മാറ്റാം ബൈ പ്രൊഡ്യൂസിങ് ATP molecules or adenosine triphosphate. Adenosine triphosphate. So the solar energy is absorbed and is converted into ATP. So the process is known as conversion of light energy to chemical energy. അപ്പോൾ കെമിക്കൽ എനർജി ആയിട്ട് അതിനകത്ത് എന്ത് ചെയ്തു? ATP ആയിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യുക? ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് ആ എനർജി ഉപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കൺവേർട്ടഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. ആ എനർജി ഉപയോഗിച്ച് ATPയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി ഉപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ദിസ് ഈസ് the main these are the main events of photosynthesis. എന്തൊക്കെയാണ്? ഒന്ന്, അബ്സോർപ്ഷൻ ഓഫ് സോളാർ എനർജി. രണ്ട്, കൺവേർഷൻ ഓഫ് ദി
light energy to chemical energy, and the third one the conversion of carbon dioxide to carbohydrates. ഇത്രയാണ് ഫോട്ടോസിന്തസിസിൻ്റെ മെയിൻ ഈവൻറ്റ്സ്. ദെൻ ഒരു കെമിക്കൽ ഇക്വേഷനായിട്ട് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ in the presence of chlorophyll, it is converted into organic molecules or carbohydrates. Organic molecules or carbohydrates. And during the process, oxygen is evolved. അത് നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല, എങ്കിലും ആ പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. So these are the main events of photosynthesis. Now, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഫോട്ടോസിന്തസിസിൽ നമ്മൾ 3 ആളുകളെയാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരാൾ ലൈറ്റാണ്. ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ്. സെക്കൻഡ് വൺ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് തേർഡ് വൺ ഈസ് ക്ലോറോഫിൽ. ഈ 3 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കൂ. So here we are going to prove that light is essential for photosynthesis. ലൈറ്റ് ഇല്ലാതെ ഫോട്ടോസിന്തസിസ് നടക്കില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടെ നമുക്ക് 2 ഇലയൊക്കെ തന്നിട്ടുണ്ട്, നോക്കുക. നമ്മൾ എക്സ്പെരിമെൻറ്റ് നേരത്തെ വിശദമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ സമ്മറി മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഒരു പോട്ടഡ് പ്ലാന്റ് എടുക്കുന്നു. കീപ് ദ പ്ലാന്റ് ഇൻ സൺലൈറ്റ് ഫോർ 4 or 5 hours. അതിനുശേഷം ഈ ചെടിയെ കൊണ്ട് ഡാർക്ക് റൂമിനകത്ത് വെക്കുക. ഈ ചെടിയെ ഡാർക്ക് റൂമിനകത്ത് വെക്കുക. ഡാർക്ക് റൂമിനകത്ത് വെച്ചിരുന്നാൽ എന്ത് നടക്കില്ല? ഫോട്ടോസിന്തസിസ് നടക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ലൈറ്റ് ഇല്ലല്ലോ, ഇല്ലേ? ലൈറ്റ് വേണം എന്നുള്ളതിന് തെളിയിക്കാൻ പോവാണ്. സോ വി കീപ് ദ പോട്ടഡ് പ്ലാന്റ് ഫോർ എ ഫ്യൂ അവേഴ്സ് ഇൻ എ ഡാർക്ക് റൂം ആൻഡ് ദെൻ ഇതേപോലെ ഒരു ഇലയുടെ ഒരു ഭാഗത്ത് ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നു, ഇലയുടെ ഒരു ഭാഗത്ത് മാത്രം. എന്നിട്ട് വീണ്ടും ഈ ചെടി നമ്മൾ എന്ത് ചെയ്യുന്നു? വെയിലത്ത് കൊണ്ട് വെക്കുന്നു. വെയിലത്ത് കൊണ്ട് വെക്കുമ്പോൾ എന്ത് നടന്നിരിക്കണം? ഫോട്ടോസിന്തസിസ് നടന്നിരിക്കണം, അല്ലേ? അതിനുശേഷം നമ്മൾ ഈ ഇല മാത്രം നമ്മൾ പ്ലക്ക് ചെയ്തെടുക്കുന്നു. ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത പാർട്ടുണ്ട്, പക്ഷേ എല്ലാ പാർട്ടും നമ്മൾ ഗ്രീൻ കളറായിട്ട് തന്നെയാണ് കാണുക. അതുകൊണ്ട് നമുക്കതറിയില്ല ഇവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തണം. അതെങ്ങനെയാണെന്ന് നോക്കി. സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ലീഫിനെ എന്ത് ചെയ്യണം? ബോയിൽഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്യണം. ബോയിൽഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്യണം. അതിനുശേഷം എത്തനോളിൽ ഡിപ്പ് ചെയ്യണം. എത്തനോളിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള പിഗ്മെൻറ്റ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്യും? പോയിട്ട് ലീഫ് കളർലെസ് ആവും. ലീഫ് എന്താവും? കളർലെസ് ആവും. കളർലെസ് ആയതിനു ശേഷം അതിനെ അയോഡിൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുക. അയോഡിൻ സൊല്യൂഷനിൽ ഇവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അയോഡിൻ വെൻ കമ്പൈൻസ് വിത്ത് സ്റ്റാർച്ച് ഫോംസ് എ ഡീപ്പ് ബ്ലൂ കളർ. സ്റ്റാർച്ചുമായിട്ട് അയോഡിൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഡീപ്പ് ബ്ലൂ കളർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലീഫിനെ എടുത്ത് എന്ത് ചെയ്തു? അയോഡിനിൽ മുക്കി. ഇപ്പോൾ ഇത് കളർലെസ് ആണ്, ഇതിനകത്ത് വേറെ ഒരു കളറും ഇല്ല, ഒരു വൈറ്റ് കളറിലാണ്. അതിനെ നമ്മൾ അയോഡിനിൽ മുക്കി. അയോഡിനിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തെടുത്തപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. ഈ ബ്ലാക്ക് പേപ്പർ കൊണ്ട് മൂടിയിരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തൊന്നും എന്തില്ല? ബ്ലൂ കളറില്ല. ബാക്കി എല്ലാ ഭാഗത്തും ബ്ലൂ കളറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ബ്ലാക്ക് പേപ്പർ കൊണ്ട് മൂടിയിരുന്ന ഭാഗത്ത് എന്ത് കിട്ടിയില്ല? ലൈറ്റ് കിട്ടിയില്ല. ലൈറ്റ് കിട്ടാത്തത് കൊണ്ട് എന്ത് ഉണ്ടായില്ല? സ്റ്റാർച്ച് ഉണ്ടായില്ല.
So from this we can say that light is essential for photosynthesis. Clear? ഒരു എക്സ്പെരിമെൻ്റ് കൂടെ നമുക്ക് നോക്കാം. That is, carbon dioxide is essential for photosynthesis. അപ്പോൾ ലൈറ്റ് എസെൻഷ്യൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എസെൻഷ്യൽ ആണോ എന്ന് അറിയണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഇതാണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്, KOH. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് ഒരു പ്രോപ്പർട്ടി ഉള്ളത്, എവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലും അത് അബ്സോർബ് ചെയ്തിട്ട് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചാൽ കുറേ കഴിയുമ്പോൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവനും വലിച്ചെടുത്തിട്ട് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആവും. അപ്പോൾ ആ കണ്ടെയ്നറിനകത്ത് എന്തില്ല? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. നോക്കാം നമുക്ക്. ഇത് നമ്മളൊരു പോട്ടഡ് പ്ലാന്റ് എടുത്തു, അതിൻ്റെ ഒരു ലീഫിനെ ഒരു കുപ്പിക്കകത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു ലീഫിനെ ഒരു സ്പ്ലിറ്റ് കോർക്ക് കൊണ്ട് ലീഫിൻ്റെ ഒരു അറ്റം എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് ഈ കണ്ടെയ്നറിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. Now leave the preparation for 2 or 3 hours to get sufficient sunlight. സൺലൈറ്റ് കിട്ടട്ടെ. അതിനുശേഷം നമ്മൾ ഈ ലീഫിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തി. ഈ ലീഫിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, സ്റ്റാർച്ച് ടെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോയിലിംഗ് വാട്ടറിലിട്ടു, ദെൻ എത്തനോളിലിട്ടു, അതിനുശേഷം എന്ത് ചെയ്തു, അയഡിൻ സൊല്യൂഷനിൽ ഒഴിച്ചു. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഇത് നോക്കിക്കേ, ഇത് ഇതിനകത്തിരുന്ന ഭാഗമാണല്ലേ, കണ്ടെയ്നറിനകത്തിരുന്ന ഭാഗമാണ്. ആ ഭാഗത്തൊന്നും ബ്ലൂ കളറില്ല, അത് ആ കണ്ടെയ്നറിന് പുറത്തിരുന്ന ഭാഗത്തൊക്കെ ബ്ലൂ കളറുണ്ട്. എന്തായിരിക്കും കാരണം? കണ്ടെയ്നറിനകത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിരുന്നു. ആ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ വലിച്ചെടുത്തു. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തതുകൊണ്ട് ആ ഭാഗത്ത് എന്ത് നടന്നില്ല? ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ല. ഫോട്ടോസിസ് നടന്നാലല്ലേ സ്റ്റാർച്ച് ഉണ്ടാവുള്ളൂ, നടന്നിട്ടില്ല. സോ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് carbon dioxide is essential for photosynthesis. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 MCQs നോക്കാം. Some organisms convert light energy into chemical energy. Some organisms convert light energy into chemical energy. Name the process that is used to convert light energy into chemical energy. Options are respiration, digestion, photosynthesis, assimilation. So what is the right answer? Respiration alla. Respiration means elimination of energy by oxidation process. Digestion alla, there is splitting of food materials. So the right answer will be photosynthesis. So during photosynthesis, light energy is converted into chemical energy. എവിടെയാണ് നമ്മൾ പഠിച്ചത്? ഈവൻസ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫസ്റ്റ് ഈവൻ്റാണ് ഫോട്ടോസിന്തസിൻ്റെ ഫോട്ടോസിന്തസിൻ്റെ സെക്കൻഡ് ഈവൻ്റാണ് ഏതാണ്? ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് തന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2 green plants are kept in oxygen-free containers, one in the dark and the other in the continuous light. Which one will live longer? 2 ചെടികൾ ഓക്സിജൻ ഫ്രീ ആയിട്ടുള്ള 2 കണ്ടെയ്നേഴ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഒന്ന് ഡാർക്കിലും ഒന്ന് ലൈറ്റിലുമാണ്. ഇതിലേത് ചെടിയായിരിക്കും കൂടുതൽ കാലം ജീവിക്കുക? നോക്കാം. ഓപ്ഷൻസ്: ദ പ്ലാന്റ് കെപ്റ്റ് ഇൻ ദ ഡാർക്ക്, ഇരുട്ടത്ത് വച്ചിരിക്കുന്ന ചെടിയായിരിക്കും കൂടുതൽ ജീവിക്കുക, ആണോ എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ പ്ലാന്റ് കെപ്റ്റ് ഇൻ ദ കണ്ടിന്യൂസ് ലൈറ്റ്. തേർഡ് ഈസ് both will live longer. And the fourth option is both will die because
they are kept in oxygen free containers. So what will be the answer? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? രണ്ട് ചെടികളെ നമ്മൾ ഓക്സിജൻ ഫ്രീ കണ്ടെയ്നേഴ്സ് വെച്ചിരിക്കുകയാണ്. ഒന്ന് ഡാർക്കിലും ഒന്ന് ലൈറ്റിലും ആണെന്നേ ഉള്ളൂ. ഇതിലേതായിരിക്കും കൂടുതൽ കാലം ജീവിക്കുക? ദ റൈറ്റ് ആൻസർ ഈസ്, നമുക്കറിയാം ലൈറ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്തും അല്ലേ? ലൈറ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. ഓക്സിജൻ ഫ്രീ കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ അതിനകത്ത് ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കുറേ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്താ? ഓക്സിജൻ അല്ലേ? ഫോട്ടോസിൻ്റെ ബൈ പ്രോഡക്റ്റ് ഓക്സിജനാണ്. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ ഫ്രീ ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറന്തള്ളും. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പിന്നെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഉണ്ട്, ക്ലോറോഫില്ലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തില്ല? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോസിന്തസിസ് പിന്നെ നടത്താൻ പറ്റുമോ? അപ്പോൾ കുറച്ച് കാലം അവർ ജീവിക്കും. ഏതാ? ലൈറ്റിലിരിക്കുന്ന പ്ലാന്റ് കുറച്ച് കാലം ജീവിക്കും. പക്ഷേ അവർക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല, അവർ നശിച്ചു പോകും. ഇനി ഡാർക്കിലിരിക്കുന്ന ചെടിയാണെങ്കിലോ അതല്ലെങ്കിലേ നശിച്ചു പോകും അല്ലേ? അത് അല്ലെങ്കിലേ നശിച്ചു പോകും. കാരണം അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. ഇത് കുറച്ച് കാലം കൂടെ പോകും നോക്കാം. അങ്ങനെയാണെങ്കിൽ ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് വിൽ ഡൈ because they are kept in oxygen free containers. അതിൽ ലൈറ്റ് ഉള്ളതിൽ ഒരല്പം കൂടെ ജീവിച്ച കാലം പോകുമായിരിക്കാം. പക്ഷേ എങ്കിലും both will die because they are kept in the oxygen free containers. Okay, then going to the last question. Among the following situations, which will reduce the rate of photosynthesis? A cloudy day, no rainfall, good manuring, stomata open. ഈ 4 കണ്ടീഷനിൽ ഏത് കണ്ടീഷനിലാണ് ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് റെഡ്യൂസ്ഡ് ആയി പോകുന്നത്? ക്ലൗഡി ഡേയിലാണോ? റെയിൻഫോൾ ഇല്ലാത്തത് കൊണ്ടാവാം? ഗുഡ് മാനുവറിങ്, നല്ല വളമൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ? അതോ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൊണ്ടാണോ? ഇതും ഒരല്പം കുരുക്കായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്തിരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടില്ല? കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഫോട്ടോസിൻ്റെ റേറ്റ് കുറയാമായിരിക്കാം അല്ലേ? ഗുഡ് മാനുവറിങ്, അതായത് ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽസ് കിട്ടിയില്ലെങ്കിലും അയാൾക്ക് എന്ത് സംഭവിക്കാം? പ്രോസസ്സ് കുറയാം. റെയിൻഫോൾ ഇല്ലെങ്കിൽ വെള്ളം കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാവാം? ഫോട്ടോസിൻ്റെ റേറ്റ് കുറയാം അല്ലേ? പക്ഷേ ദ റൈറ്റ് ആൻസർ ഈസ് ക്ലൗഡി ഡേ. റൈറ്റ് ആൻസർ ഏതാണ്? ക്ലൗഡി ഡേ ആണ്. എന്താണ് കാരണം? നമ്മളീ പറഞ്ഞ വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ്, റോ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. പക്ഷേ ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ ആര് വേണം? ലൈറ്റ് വേണം. ക്ലൗഡി ഡേയിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് വെരി ലോ. ക്ലൗഡി ഡേയിൽ എപ്പോഴും ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ എല്ലാ സാധനവും ഉണ്ട്. കത്തിച്ച് വയ്ക്കാൻ തീയില്ലെങ്കിൽ എന്താ ചെയ്യുക? പറ്റുമോ? എല്ലാ റോ മെറ്റീരിയൽസും ഉണ്ട്, പാത്രമുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് പാകം ചെയ്യാൻ ആരില്ല? എനർജി ഇല്ല അല്ലേ? അപ്പോൾ അതേപോലെ ക്ലൗഡി ഡേയിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, സൺലൈറ്റ് വിൽ ബി വെരി low. That means it reduces the rate of photosynthesis. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ക്ലൗഡി ഡേ. So this is what we study from the first session. ഇതിനകത്ത് നമ്മൾ 3 കാര്യങ്ങൾ, ബേസിക് കോൺസെപ്റ്റ്സ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞു, ഫോട്ടോസിന്തസിസ് പറഞ്ഞു. അതിൻ്റെ 1-2 MCQs നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾ MCQs എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡിസ്കഷൻ ഫോറത്തിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് പോയിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ റിഫ്രഷ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങളത് അതിനകത്ത് പോയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾ ഡിസ്കഷൻ ഫോറത്തിൽ അത്
പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഡിസ്കഷൻ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഓൺലൈനിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വിൽ come on the next topic, the human digestive system on the next session. Thank you.